അതേസമയം സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വർധനയ്ക്കുള്ള അപേക്ഷ നിരസിച്ച സർക്കാർ പുതിയ തസ്തികകളും ഉപകരണങ്ങളും വാങ്ങുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് വാദം. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ നയപരമായ തീരുമാനമില്ലെന്നും ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ദിവസം സ്വകാര്യ ഡെന്റൽ കോളേജിന് സീറ്റ് വർധനവിന് സർക്കാർ അനുമതി നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം തന്നെ അവതാളത്തിലാവുന്ന ഒരു സാഹചര്യത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള ഒരു ന്യായീകരണം സർക്കാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഒരു ഡെന്റൽ കോളേജിന് ഇത്തരത്തിലുള്ളൊരു അനുമതി നൽകുമ്പോഴും ഇവിടെ എന്തുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ഈ ഒരു അവഗണന കാട്ടുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം ഉയരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ചില പ്രൊഫസർമാർ നൽകിയിട്ടുള്ള ഒരു പരാതിയുണ്ട്. ആ പരാതി, അതായത് DM പൾമണറി മെഡിസിൻ വിഭാഗത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വകുപ്പ് ആരംഭിക്കുന്നതിനും ഒപ്പം തന്നെ ഈ പൾമണറി മെഡിസിൻ കോഴ്സിലെ സീറ്റ് വർദ്ധിപ്പിക്കുന്നതിനും അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കോളേജിലെ പ്രൊഫസർമാരായ ചിലർ ആദ്യം സർക്കാരിനെ സമീപിക്കുന്നത്. പിന്നീട് സർക്കാർ അതിൽ നടപടി എടുക്കാവുന്നതോടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഈ അപേക്ഷ പരിഗണിക്കണമെന്നുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കുന്നു. ഈ ഉത്തരവ് പിന്നീട് സർക്കാരിന്റെ പരിഗണനയ്ക്ക് വരുമ്പോഴാണ് ഇത്തരമൊരു മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചതും നിലവിൽ ഈ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സീറ്റ് വർദ്ധിക്കുന്നതിന് ഒരു നയപരമായിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് ആരോഗ്യമന്ത്രി സ്വീകരിച്ചത്, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചു. ഇതിനായി ഈ പറയുന്ന രീതിയിൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണം എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഉത്തരവിൽ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരം ഒരു വകുപ്പ് ആരംഭിക്കുമ്പോൾ കൂടുതൽ സീറ്റുകളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കൂടുതൽ തസ്തികകൾ ആവശ്യമായി വരുന്നു, ഉപകരണങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്നു, മറ്റ് പണച്ചെലവുകളൊക്കെ വരുന്നത് സർക്കാരിന് സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നുള്ള റിപ്പോർട്ട് ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ ഇത്തരത്തിലൊരു സീറ്റ് വർധനവ് ഉണ്ടാവണമെങ്കിൽ അത് നയപരമായ ഒരു തീരുമാനം സർക്കാർ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ അതിന് സാധ്യമല്ലെന്നും അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് സംബന്ധിച്ച നടപടി സ്വീകരിച്ച് അവസാനിപ്പിക്കുന്നതെന്നുമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമാണ് സർക്കാർ പലപ്പോഴും അനുമതി നിഷേധിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. ചില മിക്കവാറും വകുപ്പുകളിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു, തസ്തിക നിയന്ത്രണം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നിയമന നിരോധനം തന്നെ നടപ്പിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊപ്പം തന്നെയാണ് സർക്കാരിന് പ്രിയപ്പെട്ടവർക്ക്, സർക്കാരിന്റെ ഇഷ്ടക്കാർക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ കൂടുതൽ പണം അനുവദിക്കുന്നതും അവർക്ക് ഈ പറയുന്ന അധികം യാത്രാബദ്ധയൊക്കെ നൽകുന്നതിനും ഒക്കെ സർക്കാരിന് ഒരു പ്രതിസന്ധിയും ഇല്ലാത്തത്, ഒരു എതിർപ്പുമില്ലാത്ത എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ഉത്തരവ് പുറത്തിറങ്ങുന്നതിന്റെ തൊട്ട് മുൻപത്തെ ദിവസം ഒരു കോതമംഗലത്തെ ഒരു സ്വകാര്യ ഡെന്റൽ കോളേജിൽ സീറ്റ് വർദ്ധിപ്പിക്കാനും സർക്കാർ അനുമതി നൽകിയിരുന്നു എന്നുള്ളൊരു വിഷയം കൂടി ഇതിനൊപ്പം ചേർത്ത് വെച്ച് വായിക്കുകയും വേണം. വിഷ്ണു. ശരി, പ്രജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.